ഞാനും ശരത്തും കൂടെ ഷോപ്പിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയായപ്പോഴത്തേക്ക് അവനൊരു കോള് വന്നു. അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൽ എന്തോ പാമ്പോ ചേരയോ കണ്ട് കുരുങ്ങി കിടക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാനും അവനും കൂടെ അവരെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചേര വലയിലിങ്ങനെ കുരുങ്ങി കിടക്കുമായിരുന്നു. പട്ടി അകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന കാരണം ചേര രക്ഷപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കടിച്ച് കീറിയാനെ. ഏതായാലും ഞാനൊരു കത്രി അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അതിൻ്റെ ദേഹത്ത് ചുറ്റിയിരുന്ന വലകളെല്ലാം മുറിച്ച് കളഞ്ഞ് അങ്ങനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പറഞ്ഞു വിട്ടു. ചേരയെ കണ്ട ഉടനെ അവ ഓടിപ്പോയൊരു വടിയെടുത്തുകൊണ്ട് വന്നു. ഞാൻ പിന്നെ ആ വടി കഴിച്ച് അവിടെ സൈഡിലിട്ട്. കുഞ്ഞൻ ചേരയായിരുന്നു. എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ഇത് കണക്ക് ചേരയും പാമ്പും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ വലയെടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷേ വലയിടുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യം. വിത്തുങ്ങൾ കയറിക്കഴിഞ്ഞാൽ വിത്തുങ്ങളുടെ ദേഹത്തെല്ലാം ഇത് കണക്ക് കുരുങ്ങിക്കിടക്കും. പണ്ട് ഇത് കണക്കൊരു അണലി ഇവൻ്റെ വീട്ടിൽ കയറി. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ ഈ പാമ്പ് പിടിക്കാനായിട്ട് പോകുന്ന പയ്യന്മാരുണ്ടായിരുന്നു. ഇരട്ടകളാണ്. അപ്പോൾ അതിലൊരുത്തം വന്ന് ഇതിനെ പിടിക്കുകയും ചെയ്ത് അവൻ അവിടെ വെച്ച് തന്നെ കടിച്ച് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായി മരണപ്പെടുകയും ചെയ്തായിരുന്നു. മിക്കപ്പോഴും ഇവിടെ വരുന്നതാണ്. അത് ആ ഒരു ശല്യം കാരണമാണ് വല ഇങ്ങനെ വാങ്ങി ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇത് ജസ്റ്റ് കുരുങ്ങിക്കിടന്നു. ചേരയും ആയതുകൊണ്ട് നമുക്ക് വളരെയധികം പേടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും അത് രക്ഷപ്പെട്ട് അതിനെതിരെയുള്ള ഒരു ഭൂമിയിലോട്ട് അങ്ങ് ഓടിക്കേറി. ദയവ് ചെയ്ത് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ജീവജാലങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ അതിനെ വേണ്ടുന്ന വിധം നമ്മൾ അതിനെ സംരക്ഷിച്ച് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.